നമസ്കാരം. മുസ്ലിം ലീഗ് സ്ത്രീകളെ പ്രദർശിപ്പിച്ചാണ് വോട്ട് നേടിയത് എന്ന ഒരു വിമർശനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. റഹ്മത്തുള്ള സക്കാഫി എളമരം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ പൊതുനിരത്തിൽ അങ്ങനെ ഇറക്കി അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിമർശനം നാസർ ഫൈസി കൂടത്തായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത. മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള ഫാത്തിമ തഹ്ലിയയുടെ ഭാഗത്തു നിന്നാണ് ഇന്നൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. റഹ്മത്തുള്ള സക്കാഫി എളമരം പറഞ്ഞിരിക്കുന്നത് CPIM-ന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അതേസമയം നാസർ ഫൈസി കൂടത്തായി അദ്ദേഹത്തിന്റെ ബാധ്യത നിറവേറ്റുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പണ്ഡിത ധർമ്മമാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നിറവേറ്റിയത് എന്നതാണ്. ഈ രണ്ട് രീതിയിലാണ് ഈ രണ്ട് വിമർശനങ്ങളെ മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് ലീഗിന്റെ അഭിപ്രായമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് കൂടുതൽ പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതേസമയം പണ്ഡിതന്മാരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നില്ല, വിമർശിക്കുന്നില്ല, അവരുടെ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഈ സ്ത്രീകൾ പൊതു പരിപാടിക്ക് ഇറങ്ങി വരുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നാസർ ഫൈസി കൂടത്തായിയോടാണ്. ഈ ഹാമിദ് ആറ്റക്കോയക്കെതിരെ സമസ്തയ്ക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ നാസർ ഫൈസി കൂടത്തായി സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, EK സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഗൃഹനാഥനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു. ഈ ഹാമിദ് ആറ്റക്കോയ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിൽ ഒരു പരാതി കൊടുത്തത്. എന്തായാലും ഈ പരാതി സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാർക്ക് കിട്ടിയിട്ട് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാമിദുമായി യാതൊരു ഇടപാടും ഇനി ഉണ്ടാകില്ല, അയാളെ തള്ളിപ്പറഞ്ഞ് അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് ഈ നാസർ ഫൈസി കൂടത്തായിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കൾ പണ്ഡിത ധർമ്മമാണ് നിറവേറ്റിയത് എന്നാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്, ഇടപെടേണ്ട ഒരു ബാധ്യത താങ്കൾക്കുണ്ട്. അത് താങ്കൾ നിറവേറ്റിയിട്ടുണ്ടോ? ഈ ഹാമിദ് ആറ്റക്കോയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് ഹാമിദ് നടത്തുന്ന ഒരുപാട് പേക്കൂത്തുകളുണ്ട്. അവിടെ സ്ത്രീയും പുരുഷനും ഒന്നും ഭേദമില്ല. എല്ലാവരും ഇടിച്ചു കയറി ഈ ഹാമിദിന്റെ കൈകൊണ്ട് കിട്ടുന്ന തേൻ വാങ്ങിക്കുന്നതിനു വേണ്ടി ബഹളം വെക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ഈ സമയങ്ങളിലൊക്കെ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കാഴ്ച ഹാമിദുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതിന് ശേഷം പോലും ഈ ഹാമിദുമായി വേദി പങ്കിടുന്ന കാഴ്ച, അതിന്റെയൊക്കെ വീഡിയോ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ റഹ്മത്തുള്ള സക്കാഫി എളമരത്തോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല താങ്കൾ നടത്തിയ വിമർശനങ്ങൾ. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, താങ്കൾ ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ താങ്കളുടെ ആ ബാധ്യതയാണ് നിറവേറ്റിയത് എങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്കെതിരെയൊക്കെ താങ്കളും പ്രതികരിക്കേണ്ടതല്ലേ? താങ്കൾ ആ സമയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ? സുന്നി എന്ന് പേര് പറഞ്ഞ്, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പേക്കൂത്തുകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുക്കുന്ന പല പരിപാടികളിലും അവർ പാലിക്കേണ്ട മര്യാദകൾ അവർ പാലിച്ചിട്ടില്ല. ഇതൊക്കെ താങ്കളുടെ ശ്രദ്ധയിൽ പെടാതെ പോയതാണോ? എന്തായാലും ശ്രദ്ധയിൽ പെടാതെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ റഹ്മത്തുള്ള സക്കാഫി എളമരമായാലും നാസർ ഫൈസി കൂടത്തായി ആയാലും ഈ രണ്ട് നേതാക്കന്മാരുടെയും പക്ഷം പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്ന ആളുകളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളുകളാണ്. എന്തായാലും ഇപ്പോൾ ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ത്രീകളെ പ്രദർശിപ്പിച്ച് വോട്ട് നേടി എന്ന് പറയുന്ന ഏത് വിഭാഗം നേതാക്കന്മാരായാലും നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിറവേറ്റണം. ഈ കേരളത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന സ്ത്രീകൾ പൊതുപരിപാടികളിൽ എത്തുന്ന, വേദി പങ്കിടുന്ന, സ്ത്രീകൾ മര്യാദ പാലിക്കാതെ യാത്ര ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഉംറയും ഹജ്ജും ഒക്കെ നടക്കുന്നുണ്ട്. കൃത്യമായി ഉംറ യാത്രകളിലും ഹജ്ജ് യാത്രകളിലും ഒക്കെ പാലിക്കേണ്ട മര്യാദകൾ ഈ സ്ത്രീകളൊക്കെ പാലിച്ചാണോ? അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന ആളുകൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാർ ഈ യാത്രയുടെ അമീറന്മാരായി രംഗത്തെത്താറുണ്ട്.
ഇവരൊക്കെ കൃത്യമായി മര്യാദകൾ പാലിച്ചാണോ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് കൂടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രതികരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇവിടെ മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മുസ്ലിം ലീഗിനെതിരെ ഉയരുമ്പോൾ, വലിയ ആരോപണങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉയരുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പേര് ദോഷം മാറ്റി എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 3203 ജനപ്രതിനിധികൾ ഉള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. ഇതിനെന്തായാലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് ആദരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ UDFന്റെ ഐശ്വര്യം വെള്ളാപ്പള്ളി നടേശനാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് ആദരിക്കണം. ഒരു വടക്കൻ പാർട്ടി എന്നുള്ള പേരുദോഷമാണ് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത്. ആ വടക്കൻ പാർട്ടി എന്നുള്ള പേരുദോഷമാണ് ഇപ്പോൾ മാറിക്കിട്ടിയത്. ലീഗിനെ അങ്ങ് വളർത്തി വലുതാക്കി. വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ 2248 പ്രതിനിധികൾ മുസ്ലിം ലീഗിനുണ്ട്. ബ്ലോക്ക് ഡിവിഷനിൽ 300 പ്രതിനിധികളുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് 51 പ്രതിനിധികൾ ജില്ലാ പഞ്ചായത്തിലേക്കുണ്ട്. മുനിസിപ്പൽ വാർഡുകളിൽ 568, കോർപ്പറേഷനുകളിൽ 36. അതായത് 3203 അംഗങ്ങൾ, 3 ജനപ്രതിനിധികൾ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും മുസ്ലിം ലീഗിന് പ്രതിനിധികളുണ്ട്. എല്ലാ ജില്ലകളിലും അവർ നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഉയർന്നു വരുമ്പോൾ അവരുടെ പേര് ദോഷം മാറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു.